നമുക്ക് തുടങ്ങാൻ തിരുമേനി. ഞാൻ പറഞ്ഞില്ലേ പാറു, പേടിക്കണ്ട. എനിക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിച്ചാ മതി. ആ നാളികേരം എടുത്തോളൂ. ഈ വഴിപാട് ചെയ്യാൻ ഇവിടെ ആരും ധൈര്യപ്പെട്ട് വരാറില്ല. പലരുടെയും തല പൊട്ടി രക്തമൊഴുകിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന നാഗദൈവങ്ങൾ നിറവേറ്റി കൊടുത്തെങ്കിലും ഈ വഴിപാട് ചെയ്ത പലരും പിന്നെയുള്ള കാലം മുഴുവൻ വേദന തിന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ വഴിപാട് നടത്തിയത് 2021 11 തേങ്ങ. അയാൾ ഇപ്പോഴും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കിടപ്പില്ല. ഇതും 11 തേങ്ങയാ. ഇയാൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് നടത്തി കൊടുക്കുന്നത്. ഓരോന്ന് പറഞ്ഞ് പാർവതിയെ പേടിപ്പിക്കില്ലേ? ഒന്നും സംഭവിക്കില്ല പാറു. പാറുവിന്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. അല്ല നന്ദ, പ്രാർത്ഥിക്ക് പാർവതി. തുടങ്ങിക്കോളൂ തിരുമേനി. അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ പറയണം. എപ്പ വേണമെങ്കിലും അവസാനിപ്പിക്കാം. ഉദ്ദേശിച്ച ഫലം കിട്ടില്ലെന്നേ ഉള്ളൂ. പാർവതിയുടെ ഒരു വലിയ സങ്കടം തീർത്തു കൊടുക്കാനാ ഈ വഴിപാട്. 11 തേങ്ങ ഉടച്ചു കഴിയാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല തിരുമേനി. കണ്ടില്ലേ, 10 തേങ്ങ ഉടച്ചു കഴിഞ്ഞു. വേദനയില്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല വേദനയുണ്ട്. നിനക്ക് വേണ്ടി ഇതിലും വലിയ വേദനകൾ ഞാൻ സഹിക്കും. 10 തേങ്ങ ഉടച്ചിട്ടും എന്റെ തലയിൽ ഒരു പോറൽ പോലും ഏറ്റില്ല. ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞില്ല. എന്റെ പാറുവിന്റെ പ്രാർത്ഥനയുടെ ഫലം അതല്ല. വഴിപാട് പൂർത്തിയാക്കിക്കോളൂ തിരുമേനി. 11ാമത്തെ തേങ്ങ എടുത്തു കൊടുക്കുക കീശാന്തി. ഇത് പുതിയ തേങ്ങയാ. ഇതടിച്ച അവന്റെ തല പൊട്ടിപ്പോവും. ഇത് ഉടയ്ക്കാൻ വിട്ടുപോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല. അവസാനത്തെ തേങ്ങ ഉടയ്ക്കൂ തിരുമേനി. വഴിപാട് പൂർത്തിയാക്ക്. 10 തേങ്ങ ഉടച്ചില്ലേ, അത് മതി. ഇത് ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഉടയ്ക്കാം. 1, 11, 101 അല്ലേ? 11 ഉടച്ചില്ലെങ്കിൽ ഇത്രയും തേങ്ങ ഉടച്ചത് വെറുതെ ആവില്ലേ? 11ാമത്തെ തേങ്ങ ദേവിയുടെ മുന്നിൽ ഉടയ്ക്കുന്നുണ്ടല്ലോ. ദേവിയുടെ മുന്നിലല്ലല്ലോ. വഴിപാട് സ്വീകരിക്കണമെങ്കിൽ എന്റെ തലയിൽ തന്നെ ഉടയ്ക്കണ്ടേ? ഉടയ്ക്ക് തിരുമേനി. വേണ്ട നന്ദ, തിരുമേനി പറയുന്നത് കേൾക്ക്. 11 തേങ്ങ എന്റെ തലയിൽ ഉടച്ചോളാന്നല്ലേ എന്റെ നേർച്ച. അത് പൂർത്തിയാക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. തിരുമേനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഉടച്ചോളാം. ഇങ്ങോട്ടാ. വേണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. സാരമില്ല, ചെറിയൊരു മുറിവ്, അത്രയേ ഉള്ളൂ. എന്താ ചെയ്യാ? ഞാനിപ്പോ വരാം. 11 തേങ്ങ ഉടച്ചു വെക്കണം ഞാൻ പറഞ്ഞതല്ലേ. ഈശ്വര, എന്റെ തല പോയി. ഒന്നെങ്ങനെയോ ഒഴിഞ്ഞു പോയതാ. അതുകൊണ്ടാ അവസാനത്തെ തേങ്ങ ദേവിയുടെ മുന്നിൽ ഉടയ്ക്കാന്ന് ഞാൻ പറഞ്ഞത്. അതിനൊന്നും തലേ തന്നെ ഉടയ്ക്കണമെന്ന് നന്ദസാറിനായിരുന്നില്ലേ നിർബന്ധം? ഇത് ഉടയ്ക്കാത്ത തേങ്ങയാണെന്ന് ഞാൻ അറിഞ്ഞോ?
തല വെട്ടിപ്പൊളിക്കുന്ന വേദന എൻ്റെ അമ്മയെ.